നമസ്കാരം. ഉസ്ബെക്കിസ്ഥാനിൽ സാവരിയ ബസന്ത് എന്ന ഹരിപ്പാടുകാരിയെ സദറുൽ എന്ന ജിഹാദി ഇഞ്ചിഞ്ചായി ചതച്ച് മതം മാറാത്തതിൻ്റെ പേരിൽ കൊലപ്പെടുത്തിയ വാർത്തകൾ, അതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങളെല്ലാം ഇതുവരെ പുറത്തു വന്നിട്ടുള്ള വിവരങ്ങളെല്ലാം തത്വമയി ന്യൂസ് ഇതുവരെ പ്രേക്ഷകരുമായി പങ്കുവച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം കൂടുതൽ വിവരങ്ങൾ അതേ സംബന്ധിച്ച് പുറത്തു വന്നിരുന്നു. തത്വമയി ന്യൂസ് പറഞ്ഞിരുന്നു ഇതിൻ്റെ പിന്നിൽ വലിയൊരു ജിഹാദി സംഘം തന്നെ പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ള സംശയങ്ങൾ ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട്. ആ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആ പെൺകുട്ടിയും ഈ സദറുൽ എന്ന ജിഹാദിയും ഉസ്ബെക്കിസ്ഥാനിൽ ഒരേ കോളേജിൽ എത്തപ്പെട്ട സാഹചര്യങ്ങളാണ്. ആ സാഹചര്യങ്ങൾ നമ്മെ കൊണ്ടെത്തിക്കുന്ന, അതിലേക്കുള്ള അന്വേഷണങ്ങൾ നമ്മെ കൊണ്ടെത്തിക്കുന്നത് ഒരുപക്ഷെ പാണക്കാട് ഈ തങ്ങൾ കൂട്ടത്തിൻ്റെ കുടുംബമുണ്ടല്ലോ, മുസ്ലിം ലീഗിൻ്റെ ആത്മീയാചാര്യന്മാർ, ആ കുടുംബത്തിലേക്കായിരിക്കാം എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അത്തരത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ വിവരങ്ങളൊന്ന് വിശകലനം ചെയ്യാം. അതിനു മുമ്പ് ഒരു കാര്യം പ്രത്യേകം പറയട്ടെ. ഈ ഒരു യൂണിവേഴ്സിറ്റി, മെഡിക്കൽ യൂണിവേഴ്സിറ്റി, അവിടെ വൈദ്യശാസ്ത്രം പഠിക്കുവാനായിട്ട് കേരളത്തിൽ നിന്ന് കുട്ടികളെ കയറ്റി അയക്കുന്ന വിവിധ ഏജൻസികൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുണ്ട്. പക്ഷേ അവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തെക്കൻ കേരളത്തിൽ അവർ ഈ യൂണിവേഴ്സിറ്റിയുടെ പേര് ഒരു തരത്തിലും, വടക്കൻ കേരളത്തിൽ അതിൻ്റെ പൂർണ്ണ രൂപത്തിലുമാണ് പറയുന്നത്. അവിടെ മുതൽ തുടങ്ങുന്നു ഈ വിഷയത്തിലെ ദുരൂഹത. ഇനി യഥാർത്ഥ വിഷയത്തിലേക്ക് വരാം. ഇപ്പോൾ ഉള്ള പ്രധാന വെളിപ്പെടുത്തലിലേക്ക് വരാം. ആ വെളിപ്പെടുത്തൽ മറ്റൊന്നുമല്ല, ഈ മലപ്പുറത്ത് പ്രവർത്തിക്കുന്നൊരു റിക്രൂട്ട്മെൻറ്റ് ഏജൻസി ഉണ്ട്. അതായത് വിദ്യാർത്ഥികളെ വിദേശത്തേക്ക് പഠനത്തിന് അയക്കുന്ന ഈ റിക്രൂട്ട്മെൻറ്റ് ഏജൻസികൾ പലതരത്തിലുണ്ട്. ജോലിക്ക് അയക്കുന്ന റിക്രൂട്ട്മെൻറ്റ് ഏജൻസികളുണ്ട്. പഠന സംബന്ധിയായിട്ടുള്ള എല്ലാ കത്തുകുത്തുകളും എഴുത്തിടപാടുകളും കടലാസ് വ്യവഹാരങ്ങളും എല്ലാം കൈകാര്യം ചെയ്ത് വിദ്യാർത്ഥികളെ കയറ്റി അയക്കുന്ന ഏജൻസികളുമുണ്ട്. അത്തരത്തിലൊരു വിദ്യാഭ്യാസ കച്ചവട ഏജൻസിയെ സംബന്ധിച്ചാണ് ഈ വിവരം തത്വമയി ന്യൂസ് പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത്. ശശികല ടീച്ചർ ഈ കഴിഞ്ഞ ദിവസം പങ്കുവച്ചൊരു വിവരം തന്നെയാണ്. അതിൽ കുറച്ചുകൂടി വിശദാംശങ്ങൾ ചേർത്ത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം, ആ വിഷയത്തിലേക്കൊന്ന് കണ്ണോടിക്കാം. വിഷയം മറ്റൊന്നുമല്ല, മലപ്പുറം ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ILM എന്നൊരു ഏജൻസിയുണ്ട്. ആ ഏജൻസി ഇസ്ലാമിക അന്തരീക്ഷത്തിൽ വൈദ്യശാസ്ത്രം പഠിക്കാം, മെഡിസിൻ പഠിക്കാം എന്നുള്ളൊരു പരസ്യം പുറത്തുവിട്ടിരുന്നു. ഈ ഏജൻസി വഴിയാണ് സദറുൽ എന്ന ജിഹാദി ഉസ്ബെക്കിസ്ഥാനിലെത്തുന്നത്. ഉസ്ബെക്കിസ്ഥാനിൽ ഏത് മെഡിക്കൽ കോളേജിലേക്കാണ് ഈ ഇസ്ലാമിക ആചാരപ്രകാരം അല്ലെങ്കിൽ അന്തരീക്ഷപ്രകാരം വൈദ്യശാസ്ത്രം പഠിക്കാമെന്നുള്ള പരസ്യം ഇവർ നൽകുന്നത് എന്ന് ചോദിച്ചാൽ, ആ സർവകലാശാലയുടെ പേര് അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിൻ്റെ പേര് ഇബ്നു സീന ബുഖാറ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി. ഇത് പൂർണ്ണമായും മലപ്പുറം ഭാഗങ്ങളിൽ പറയാറുണ്ട്, പരസ്യത്തിൽ പറയാറുണ്ട്. തന്നെയുമല്ല, ഇസ്ലാമിക അന്തരീക്ഷത്തിൽ അവിടെ വൈദ്യശാസ്ത്ര പഠനം സാധ്യമാണ് എന്നും പറയാറുണ്ട്. ഇനി തിരുവല്ലയിൽ ഇതിൻ്റെ അവാന്തര വിഭാഗമായി പ്രവർത്തിക്കുന്ന, എന്നാൽ ഇതിൻ്റെ ഭാഗമാണോ അല്ലയോ എന്ന് കൃത്യമായിട്ട് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാത്ത, ഇതിൻ്റെ ഭാഗമെന്ന് പറയുന്നത് ഈ ILM എന്നുള്ള മലപ്പുറം റിക്രൂട്ട്മെൻറ്റ് ഏജൻസിയുടെ ഭാഗമാണോ എന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കുവാൻ സാധിക്കാത്ത ഏജൻസികളിലേക്ക് എത്തുമ്പോൾ ഈ ഇബ്നു സീറ ബുഖാറ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇബ്നു സീറ അപ്രത്യക്ഷമാകും. ബുഖാറ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി രണ്ടും ഒന്ന് തന്നെയാണ്. ഈ തിരുവല്ലയിലുള്ളൊരു ഏജൻസി വഴിയാണ് സാവരിയ ബസന്ത് ഈ ഇബ്നു സീന ബുഖാറ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലേക്ക് പഠനത്തിനെത്തുന്നത്. അവിടെയാണ് ഈ സദറുൽ എന്നുള്ള ജിഹാദി ILM എന്ന ഈ ഇബ്നു സീറ മുഴുവൻ കൊടുക്കുന്ന ഇസ്ലാമിക അന്തരീക്ഷത്തിൽ പഠിക്കാമെന്ന് പരസ്യം ചെയ്യുന്ന ഏജൻസി വഴി എത്തുന്നത്. ഇനി ഈ ILMൻ്റെ പ്രത്യേകതകൾ നോക്കിയാൽ അവരുടെ ആദ്യം പരസ്യത്തിലേക്കൊന്ന്, ഈ ഇസ്ലാമിക രീതിയുണ്ടല്ലോ, അതിലേക്കൊന്ന് കണ്ണോടിക്കാം. അവർ 3 മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക് ആളുകളെ അയക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇബ്നു സീന ബുഖാറ സ്റ്റേറ്റ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉസ്ബെക്കിസ്ഥാൻ, അൽ ഫറാബി കസക നാഷണൽ യൂണിവേഴ്സിറ്റി കസാക്കിസ്ഥാൻ, ചെച്ചൻ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി കസാക്കിസ്ഥാൻ റഷ്യ, MCI ആൻഡ് ഹു അപ്രൂവ്ഡ്. അത് സ്വാഭാവികമായി വേണ്ടതാണ്, അല്ലാത്ത പക്ഷം അത് ഒറ്റ നോട്ടത്തിൽ തന്നെ ക്രിമിനൽ കുറ്റമാണ്. പഠനശേഷം ജർമ്മനിയിൽ പ്രാക്ടീസ് ചെയ്യുവാനുള്ള അവസരം വിദ്യാർത്ഥികൾക്കുള്ള ഓഫറുകളാണ്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ധാർമ്മിക ചുറ്റുപാടിൽ ഇൽമ ഹോസ്റ്റലുകൾ. ഇവിടെ തുടങ്ങുന്നു ചതി. ഇൽമ എന്ന വാക്കിൻ്റെ അർത്ഥം പലർക്കും അറിയില്ല. ഇസ്ലാമികമായി പഠനം നടത്തിയിട്ടുള്ളവർക്ക് പോലും അറിയില്ല. കാരണം ഇപ്പോൾ ഈ മതപഠനം നടത്തിയിട്ടുള്ള പലർക്കും അറബി അറിയില്ല. ഇൽമ എന്ന വാക്കിൻ്റെ അർത്ഥം മേലോട്ടമായി നോക്കുമ്പോൾ അത് വിജ്ഞാനമെന്നാണ്, നോളജ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇൽമ ഹോസ്റ്റലുകൾ എന്താണ് എന്ന് ചോദിച്ചാൽ അതിന് പ്രത്യേകം ഒരു വ്യാഖ്യാനമൊന്നുമില്ല. നോളജ് ഹോസ്റ്റലുകൾ
എന്ന് മാത്രമേ പറയുകയുള്ളൂ. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേകമെന്നവർ ചേർത്തിട്ടുണ്ട്. പക്ഷേ ഉസ്ബെക്കിസ്ഥാനിലെ ഇബ്നു സീനയിൽ സീന യൂണിവേഴ്സിറ്റിയിൽ ഒരേ കെട്ടിടത്തിൻ്റെ തന്നെ മുകളിലും താഴെയുമുള്ള നിലകളിലായിട്ടായിരുന്നു ആൺകുട്ടികളും പെൺകുട്ടികളും കഴിഞ്ഞിരുന്നത്. അതായത് ഈ സദറുൽ അനവും എന്ന ജിഹാദിയും സാവരിയ ബസന്ത് എന്ന ദൗർഭാഗ്യവതിയായ പെൺകുട്ടിയും ഒരേ കെട്ടിടത്തിൽ തന്നെയായിരുന്നു താമസിച്ചിരുന്നത്. ഇൽമ എന്ന പേരിലേക്ക് തിരിച്ചു വന്നാൽ അത് പെൺകുട്ടികൾ വിജ്ഞാന സംബന്ധിയായിട്ടുള്ള അന്വേഷണങ്ങൾ നടത്തുന്നവരാണ് എന്ന് സൂചിപ്പിക്കുവാൻ വേണ്ടിയാണ് പ്രധാനമായി ഇസ്ലാമിക അധിനിവേശത്തിന് മുമ്പുള്ള അറേബ്യ അത് ഉപയോഗിച്ചിരുന്നു. ഇവരത് വളരെ ബുദ്ധിപൂർവ്വം ഇത്തരത്തിൽ ഉപയോഗിക്കുന്നു. ഇതിൻ്റെ അന്തർനാടകങ്ങൾ പ്രേക്ഷകർ തന്നെ ഊഹിച്ചെടുത്തുകൊള്ളുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ILM എന്നുള്ള റിക്രൂട്ടിംഗ് ഏജൻസി ഉണ്ടല്ലോ, വിദ്യാഭ്യാസ കച്ചവട ഏജൻസി, അതിൻ്റെ ചെയർമാനായിട്ട് അല്ലെങ്കിൽ ഒരു രക്ഷാധികാരിയായിട്ട് പ്രവർത്തിക്കുന്നത് ഈ തങ്ങൾ കൂട്ടത്തിലെ ഒരു വ്യക്തിയാണ്. റഷീദ് അലി ഷിഹാബ് എന്നാണ്. സയ്യദ് റഷീദ് അലി ഷിഹാബ് തങ്ങൾ എന്നൊക്കെ നീട്ടി വലിച്ചെഴുതാം. റഷീദ് അലി ഷിഹാബ് അല്ലെങ്കിൽ റഷീദ് ഷിഹാബ് എന്ന വ്യക്തിയാണ് ഇതിൻ്റെ രക്ഷാധികാരിയായി പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇനി ഇതെല്ലാം ഒന്ന് ചേർത്ത് വായിച്ചു നോക്കൂ. മലപ്പുറത്ത് കൃത്യമായിട്ട് ഇസ്ലാമിക അന്തരീക്ഷത്തിൽ മെഡിസിൻ പഠനം നടത്താമെന്നുള്ള പരസ്യം കൊടുക്കുന്ന ഒരു ഏജൻസി, മറ്റൊരു ഏജൻസി അതേ ഈ മതപഠനം ഇസ്ലാമിക രീതിയിൽ അല്ലെങ്കിൽ വൈദ്യശാസ്ത്ര പഠനം ഇസ്ലാമിക അന്തരീക്ഷത്തിൽ എന്നുള്ള പരസ്യം നൽകുന്ന ഏജൻസി ഏത് മെഡിക്കൽ കോളേജിലേക്കാണോ സർവകലാശാലയിലേക്കാണോ വിദ്യാർത്ഥികളെ അയക്കുന്നത്, അതേ സർവകലാശാലയിൽ തന്നെ മതപഠനത്തിൻ്റെ കാര്യവും മാറ്റിവെച്ച് ആ സർവകലാശാലയുടെ പൂർണ്ണ നാമം പോലും മറച്ചു വെച്ച് ആളുകളെ കയറ്റി അയക്കുന്ന മറ്റൊരു ഏജൻസി. മതാന്തരീക്ഷത്തിൽ പഠിക്കാമെന്ന് പരസ്യമായി വാഗ്ദാനം ചെയ്യുന്ന ഏജൻസിയിലൂടെ ജിഹാദി അവിടെ എത്തുന്നു. ഈ മതാന്തരീക്ഷം എന്നുള്ള കാര്യം മറച്ചു വയ്ക്കുന്ന ഏജൻസിയിലൂടെ ജിഹാദിയുടെ ഈരെ അവിടെ എത്തുന്നു. തമ്മിൽ ബന്ധമുണ്ടോ? ഇല്ല എന്നാർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് കോയിൻസിഡൻസ് ആണ്, അത് യാദൃശ്ചികമായി സംഭവിച്ചതാണ് എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ വിഡ്ഢിയാണ് നിങ്ങൾ. അതിനപ്പുറത്തേക്ക് ഞാനൊന്നും ആ വിഷയത്തിൽ പറയുന്നില്ല. ഇനി ഈ വിഷയത്തെ സംബന്ധിച്ച് കേന്ദ്ര ഏജൻസികൾ അന്വേഷണം ഗൗരവമായി തന്നെ കാണുന്നുണ്ട്. പ്രാഥമിക അന്വേഷണം അവർ ആരംഭിച്ചു കഴിഞ്ഞു. ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും ഉസ്ബെക്കിസ്ഥാനും ഈ പറയുന്ന പോലെ ചെക്ക് റിപ്പബ്ലിക്കിലും എല്ലാം കസാഖിസ്ഥാനിലും പറഞ്ഞല്ലോ, ഇതേ ഏജൻസികൾ ഈ മൂന്ന് രാജ്യങ്ങളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു കുറ്റകൃത്യം അവിടെ നടന്നു കഴിഞ്ഞാൽ അവിടെയുള്ള നിയമപാലകർ തന്നെ അതറിയുന്നത് ഒരാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും. ഈ വിടാമുയർച്ചി എന്നൊരു സിനിമയുണ്ട്, ഒരു തല്ലിപ്പൊളി സിനിമയാണ്. പക്ഷേ ഈ ഉസ്ബെക്കിസ്ഥാൻ കസാഖിസ്ഥാൻ പോലുള്ള പ്രദേശങ്ങളുടെ ഒരു വിജനത, ആ സമൂഹത്തിൽ തന്നെയുണ്ടൊരു വിജനത, ഒരു അകൽച്ച. ഒരു കുറ്റകൃത്യം നടന്നാൽ ഒരാഴ്ച കഴിഞ്ഞേ നിയമപാലകർ അറിയുകയുള്ളൂ. അതിൽ തന്നെ ആ നിയമപാലകർ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചൊരു നിയമപാലക സംവിധാനമാണ്. അതിനും അപ്പുറത്തേക്ക് ഇസ്ലാമിൻ്റെ ശക്തമായ സ്വാധീനം, ഒരു ഭീകരവാദത്തിൻ്റെ തലത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുവാൻ ഏത് നിമിഷവും സാധിക്കുന്ന തരത്തിൽ നിരവധി ഈ പോക്കറ്റ് സെല്ലുകൾ, സ്ലീപ്പർ സെല്ല് പോലുമല്ല, ആക്റ്റീവായിട്ടുള്ള സജീവമായിട്ടുള്ള സെല്ലുകളുള്ള പ്രദേശങ്ങളാണ് ഈ പറഞ്ഞ പ്രദേശങ്ങളെല്ലാം. ഉസ്ബെക്കിസ്ഥാനാവട്ടെ, കസാഖിസ്ഥാനാവട്ടെ, റഷ്യയിലുള്ള ചെച്നിയ പോലുള്ള സ്ഥലങ്ങളാകട്ടെ, ഇവിടങ്ങളിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന ഈ ഏജൻസികളുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച്, അതും പ്രത്യേകിച്ച് ഇത്ര ദുരൂഹമായിട്ടുള്ള രീതിയിൽ ഒരേ സർവകലാശാലയെ രണ്ട് തരത്തിൽ തെക്കൻ കേരളത്തിലും വടക്കൻ കേരളത്തിലും അവതരിപ്പിച്ച് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന ഏജൻസി, അതിനെ അന്വേഷണത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരേണ്ടത് അത്യാവശ്യം തന്നെയാണ്. കേന്ദ്ര ഏജൻസികൾ ആ വിഷയം ഗൗരവമായി കാണുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കാരണം കൃത്യമായിട്ട് ഈ വിവരങ്ങളെല്ലാം കാണിച്ചുകൊണ്ട് NIA പോലുള്ള സംഘടനകൾക്ക് കൃത്യമായിട്ടുള്ള അറിയിപ്പുകളും ഒരു അപേക്ഷകളും പോയി കഴിഞ്ഞിട്ടുണ്ട്. പെൺകുട്ടിയുടെ കുടുംബവും ശക്തമായി തന്നെ ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പെൺകുട്ടിയുടെ കുടുംബം ഈ ജിഹാദിൻ്റെ ആരോപണം, മതം മാറ്റ ശ്രമത്തിൻ്റെ ആരോപണം ഉന്നയിച്ചപ്പോഴാണ് ഈ വിഷയത്തിന് ചൂട് പിടിക്കുന്നത്. എന്നാൽ മാധ്യമങ്ങളൊക്കെ ഇപ്പോൾ പതിയെ പിന്നോട്ട് പോകുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. മുഖ്യധാരാ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് സാവരിയ ബസന്ത് എന്നുള്ള പേര് ഇനി നിങ്ങൾ ആ മുഖ്യധാരാ മാധ്യമങ്ങളിലൂടെ കേട്ടാലായി, കേട്ടില്ലെങ്കിലായി. ഈ പരാതിപ്പെട്ട ബന്ധുക്കൾ തന്നെ ഒരു കാര്യം പ്രത്യേകം പറയുന്നുണ്ട്, അതിൽ ഒരു ശ്രദ്ധയും ആരും കൊടുത്തിരുന്നില്ല. തത്വമയി ന്യൂസ് എന്താണ് ആ കാര്യമെന്നുള്ളത് പ്രേക്ഷകരെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഈ ബന്ധുക്കൾ ഈ സാവരിയ ബസന്തിൻ്റെ മരണവിവരം അറിഞ്ഞ്, കൊലപാതക വിവരം അറിഞ്ഞ് ഉസ്ബെക്കിസ്ഥാനിലെത്തിയപ്പോൾ പലരും അവരെ സമീപിച്ച് ചോദിച്ചത് ഈ കേസ് കോംപ്രമൈസ് ആക്കിക്കൂടെ എന്നാണ്. കൃത്യമായിട്ട് ഈ കേസ് കോംപ്രമൈസ് ആക്കണം എന്ന് പറയുന്നത് ആദ്യം വളരെ നിഷ്കളങ്കമായിട്ട് തോന്നാം. കാരണം ആദ്യം നമ്മളെല്ലാം വിചാരിച്ചിരുന്നത് സുഹൃത്തുക്കൾ തമ്മിലുള്ള വഴക്കിനിടയിൽ പെട്ടെന്ന് പ്രകോപിതനായ ഈ ജിഹാദി ലാപ്ടോപ്പ് എടുത്ത് തലയ്ക്കടിച്ച് ആ കുട്ടി മരിച്ചുപോയി, മനഃപൂർവ്വമല്ലാത്തൊരു കൊലപാതകം എന്നാണ് വിചാരിച്ചിരുന്നത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ ബന്ധുക്കൾക്ക് ആലോചിക്കാം, ഒരു പയ്യനല്ലേ, മരിച്ചുപോയ പെൺകുട്ടിയുടെ സുഹൃത്തുമായിരുന്നു,
അറിയാതെ പറ്റിപ്പോയൊരു കൈപ്പിഴ, അവൻ്റെ ജീവിതം എന്തിന് കളയണം? അത്തരത്തിലുള്ളൊരു കോംപ്രമൈസിലേക്കാണ് ഇവരെ ക്ഷണിക്കുവാൻ അല്ലെങ്കിൽ നയിക്കുവാൻ ഈ തൽപര കക്ഷികൾ ശ്രമിച്ചത്. പക്ഷേ പിന്നീട് കൂടുതൽ കാരണങ്ങൾ വെളിവായി വരുമ്പോൾ, ഇതിൻ്റെ പിന്നിലുള്ള കൂടുതൽ സത്യങ്ങൾ വെളിവായി വരുമ്പോൾ, ആ കോംപ്രമൈസ് ഒരു അനുരഞ്ജനത്തിനുള്ള ശ്രമം പോലും ജിഹാദികൾ സ്വയരക്ഷയ്ക്ക് വേണ്ടി ചെയ്തതാണ് എന്ന് കരുതേണ്ടി വരും. അപ്പോൾ ആ വിഷയങ്ങളിലേക്ക് കൂടുതൽ അന്വേഷണങ്ങൾ അത്യാവശ്യമാണ്. വരും ദിവസം തത്വമയി ന്യൂസ് എന്തായാലും ഈ വിഷയത്തിൻ്റെ പിന്നാലെ തന്നെയുണ്ട്. ദിവസവും നിങ്ങൾക്ക് ബോറടിച്ചാലും ബോറടിച്ചില്ലെങ്കിലും ഈ വിഷയത്തിൻ്റെ ഒരു സത്യം പുറത്തു വരുന്നവരെ ഞങ്ങൾ ഇതിൻ്റെ പിന്നാലെ തന്നെ ഉണ്ടാകും. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, ഉസ്ബെക്കിസ്ഥാൻ പോലുള്ളൊരു സ്ഥലത്ത് നിന്ന് അവിടുത്തെ ഔദ്യോഗിക കാര്യാലയങ്ങൾക്ക് പോലും എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുക എന്നുള്ളത് ദുഷ്കരമാണ്. അത്തരത്തിലുള്ള ഒരു അന്വേഷണത്തിൽ അതിൻ്റേതായിട്ടുള്ള കാലതാമസം വന്നേക്കാം. പക്ഷേ NIA പോലുള്ള കേന്ദ്ര ഏജൻസികൾ ഔദ്യോഗികമായി ഇതിൽ ഇടപെട്ട് തുടങ്ങിയാൽ കാര്യങ്ങൾക്ക് ചൂടുപിടിക്കും. ഉസ്ബെക്കിസ്ഥാനിൽ നിന്ന് വിവരങ്ങൾ കിട്ടിയില്ലെങ്കിൽ പോലും ചിലപ്പോൾ തങ്ങൾ കൂട്ടത്തിലെ ചില തങ്ങൾമാർ ഉത്തരം പറയുവാനായി NIAയുടെ മുമ്പിൽ പോയി കയ്യും കെട്ടി നിൽക്കേണ്ടി വരും. ഒരുപക്ഷെ അഴിക്കുള്ളിലേക്കും പോയെന്നും വരും. എന്താകും ഈ സംഭവങ്ങളുടെ അടുത്ത ദിവസങ്ങളിലെ വികാസമെന്നുള്ളത് അല്ലെങ്കിൽ വികസനമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ വിഷയത്തിൽ ഇതുവരെ അവതരിപ്പിച്ച കാര്യങ്ങൾ വെച്ച് പ്രേക്ഷകരുടെ ഒരു അഭിപ്രായം എന്താണ്? നിങ്ങൾ എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്നാണ് കരുതുന്നത്? അല്ലെങ്കിൽ ഇനി എങ്ങോട്ട് ആണ് ഈ കേസിൻ്റെ അന്വേഷണം പോവുക? നിങ്ങളുടെ ഒരു ഊഹമുണ്ടല്ലോ, ആ ഒരു സ്പെക്കുലേഷനായിട്ടുള്ള കാര്യങ്ങളായാലും. കാരണം ഈ വിഷയം സജീവമായി നിൽക്കേണ്ടത് നമ്മുടെ സമൂഹത്തിൻ്റെ, പ്രത്യേകിച്ച് ഹിന്ദു സമൂഹത്തിൻ്റെ ഒരു ആവശ്യമാണ്. സാവരിയ ബസന്തിൻ്റെ ആത്മാവിനോട് നാം ചെയ്യേണ്ട ഒരു കടമ കൂടിയാണ് എന്ന് വ്യക്തിപരമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. രണ്ടാമത്തെ കാര്യം, ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇനി ആവർത്തിക്കരുത്. നമ്മുടെ കുടുംബത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക്, ഈ നമ്മുടെ കുടുംബമാണ്, നമ്മുടെ സമൂഹം മുഴുവൻ നമ്മുടെ കുടുംബം തന്നെയാണ്. ആ കുഞ്ഞുങ്ങൾക്ക് ഇത്തരത്തിലുള്ളൊരു ദുരനുഭവം ഉണ്ടാകരുത്. ഒരു ജിഹാദിയും ഇനി ഇതിന് ധൈര്യപ്പെടരുത്. ആ രീതിയിലുള്ള പ്രതികരണങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകണം. അതുകൊണ്ട് തന്നെ കമൻറ്റുകളിലൂടെ ആ പ്രതികരണങ്ങൾ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി പരമാവധി ഷെയർ ചെയ്യുക. കാരണം ഈ വിഷയം കൂടുതൽ ആളുകളിലേക്ക് എത്തേണ്ടതും അത്യാവശ്യമാണ്. പ്രധാനപ്പെട്ട കാര്യം, തത്വമയി ന്യൂസിൻ്റെ തുടർന്നുള്ള ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള അന്വേഷണങ്ങളും വിശകലനങ്ങളും കൃത്യമായി നിങ്ങൾ അറിയുവാൻ നിങ്ങൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.